ഈ സമ്മർദ്ദം താങ്ങാനാവാതെ പ്രിയ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോന്നാ. ബെറ്റിയും അത് സൂചിപ്പിച്ചു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പ്രിയ എന്തായാലും അങ്ങനെ ഒരു വിഡ്ഢിത്തരം കാണിക്കില്ല. അതുറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും അലംഭാവം ഉണ്ടാവും. ഒരു തീരുമാനം എടുക്കേണ്ടത് നീ തന്നെയാണ്. നഷ്ടങ്ങൾ നമുക്ക് മാത്രമേ ഉണ്ടാവൂ. അവളുടെ മനസ്സിലിരിപ്പ് ഞാൻ ഊഹിച്ചതുപോലെ തന്നെയാ. സുധിയുടെ പേരാ അവള് പറയുന്നത്. വേറൊരാളുടെ പേര് അവൾക്ക് എങ്ങനെ പറയാൻ പറ്റും? വേറെ ആരെ ഇക്കാര്യത്തിൽ സംശയിക്കേണ്ടെന്നാണോ ഇന്ദ്രേട്ടൻ പറഞ്ഞു വരുന്നത്? എന്നാ ഞാൻ പറയട്ടെ, ഈ കാര്യത്തിൽ ഈ വീട്ടിലെ എല്ലാ ആണുങ്ങളെയും സംശയിക്കണം. പക്ഷെ സാന്ദ്ര സംശയിക്കുന്നത് ഇവിടെ ആരെയല്ല, ആ രവിശങ്കറിനെയാ. ചുരുക്കി പറഞ്ഞ സുധിയെ ആർക്കും സംശയമില്ല. അല്ല, നമുക്ക് വേണ്ടത് അത് തന്നെയല്ലേ. പക്ഷെ വിവരം അറിഞ്ഞപ്പോ ടെൻഷൻ മുഴുവൻ എമിരയ്ക്കാ. ആരെങ്കിലും പ്രതാപനിയന്റെ പേര് പറയുമെന്നാ ഭയം. ആ ഭയം മനസ്സിലുള്ളത് കൊണ്ടല്ലേ ഇന്ദ്രേട്ടനും കുഞ്ഞിന്റെ അച്ഛനെ പറ്റി വേറെ ആരെയും സംശയിക്കേണ്ടെന്ന് പറഞ്ഞത്. നിനക്കൊക്കെ എല്ലില്ലാത്ത നാവല്ലേ, എന്തും പറയാവല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് എളുപ്പത്തിൽ ഈ വിഷയം അവസാനിപ്പിക്കാമെന്ന് ഇന്ദ്രേട്ടൻ കരുതണ്ട. സുധി വന്നിട്ട് അവൻ നിശ്ചയിക്കട്ടെ. അപ്പം മുന്നിൽ വരും ശരിക്കുള്ള മുഖം. അത് കണ്ട് എല്ലാവരും ഞെട്ടും. നമ്പാട്ടതൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും. നീ എന്താടി ഉമ്മാക്കി കാട്ടി എന്നെ പേടിപ്പിക്കുകയാണോ? പേടിക്കണം, പേടിച്ചേ പറ്റൂ. നീ വളഞ്ഞു പിടിച്ചു കൊണ്ടുവരുന്ന എന്താണെന്ന് എനിക്കറിയാം. പ്രതാപനല്ലേ നീ ഉന്നം വെക്കുന്നത്? എന്താ സംശയം? ഒരു കുഞ്ഞിക്കാല് കാണാൻ പ്രതാപനിയൻ എത്രമാത്രം മോഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പൊ പിന്നെ നമ്മൾ എന്താ അർത്ഥമാക്കേണ്ടത്? ആരൊക്കെ മുന്നിട്ടിറങ്ങിയാലും ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളയാൻ പ്രതാപനിയൻ തയ്യാറാവോ? നമ്പാട്ടിനി വരാൻ പോകുന്നത് അത്ര നല്ല ദിവസങ്ങളൊന്നും അല്ല. അഞ്ജലി, എത്ര നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നോ? ഹോ, എനിക്ക് മടുത്തു. എന്താ അഞ്ജലി? സുധിയേട്ടനെ ആരെങ്കിലും വിളിച്ചോ? ഇല്ല. എന്റെ മനസ്സ് നിറഞ്ഞു. ആരും സുധിയേട്ടനെ വിളിച്ചില്ലല്ലോ. അഞ്ജലി ഇപ്പൊ എവിടെ ഉണ്ട്? ഞാനെവിടെ പോവാനാ? നമ്പാട്ട്. സുധിയേട്ടന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, പിന്നെ പറയാന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ പറയാ. പറയട്ടെ? സുധിയേട്ടൻ ഒരു അച്ഛനാവാൻ പോകുന്നു. നമ്മൾ ഒന്നിച്ചായിരുന്നു വിശേഷം കേൾക്കേണ്ടിയിരുന്നത്. അഞ്ജലി എന്താ ഈ പറയുന്നത്? സത്യം. ഞാനിന്ന് കിച്ചണിൽ തലചുറ്റി വീണു. അമ്മ സംശയം തോന്നി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 മാസം പ്രഗ്നന്റാ ഞാൻ. അഞ്ജലി? അതെ, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. സുധേട്ടനെ ഒന്ന് കാണാൻ എനിക്ക് കൊതിയായി. പെട്ടെന്നിങ്ങി വാ. ഇവിടെ വന്ന് പെട്ടുപോയില്ലേ? ഉടനെ വരാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞു. സുധിയേട്ടൻ വന്നാലേ എല്ലാവർക്കും വിശ്വാസം വരും. എല്ലാരോടും സുധിയേട്ടൻ നിവർന്നു എന്ന് പറയണം. ഞാൻ പറയാം അഞ്ജലി. പെട്ടെന്ന് വരണേ സുധിയേട്ടാ. ഓക്കെ. സുധിയേട്ടൻ ഒരച്ഛനാവാൻ പോകുന്നു.
സത്യമാണോ നീ പറയുന്നത്? ഇന്ന് അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനും വീട്ടിൽ കൊണ്ടുവിടാനും തീരുമാനിച്ചിരുന്നതാ. എല്ലാം ചീറ്റി പോയില്ലേ? അപ്പോൾ അഞ്ജലി പ്രഗ്നന്റ് ആണ്. ഇനി അവളെ ഉപേക്ഷിക്കാനും സാന്ദ്രയെ സുധിയെ കൊണ്ട് കെട്ടിക്കാനും പറ്റില്ല. ഇതൊരു നല്ല ട്വിസ്റ്റാണ്. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ പറയുന്നത്? ഇവിടെ എല്ലാരും തീ തിന്നുവാ. തിന്നിട്ടതി കുറച്ച് തീ. കാര്യങ്ങൾ ഈ വിധം കലങ്ങി മറിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കുഞ്ഞു സുധിയുടേതല്ല. പിന്നെ ആരുടെ അടി? അയ്യോ, ഇനിയിപ്പോ എന്റെ പേരെങ്ങനെ പറയാൻ ഉദ്ദേശം ഉണ്ടോ? അല്ല, അതിനൂടുള്ളൊരു മടിക്കത്തില്ല. അഞ്ജലി പ്രഗ്നന്റ് ആണെങ്കിൽ അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ സുധി തന്നെയാ. അത് നിഷേധിക്കാൻ ഇവിടെ ആർക്കടി കഴിയുന്നത്? ആണത്തമില്ലാത്തവൻ, പേടിത്തൊണ്ടൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് അവനെ കളിയാക്കിയിട്ടുണ്ട്. അവൻ ആണാണെന്ന് തെളിയിച്ചു തന്നില്ലേ? മിടുക്കൻ. പ്രതാപേട്ട പ്രശംസിക്കാൻ വരട്ടെ. എന്താണ് അവന്റെ നിലപാടെന്ന് ആർക്കറിയാം? അമ്മയുടെ ഇന്ദിരേട്ടന്റെ മുമ്പിൽ നിന്ന് കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് നെഞ്ചി കൈവച്ച് പറയാൻ അവൻ തയ്യാറാവുമോ? അവനാണ് അച്ഛനെങ്കിൽ അവൻ അതിന് തയ്യാറായിരിക്കും. അവൻ നിഷേധിക്കുക തന്നെ ചെയ്യും. എടീ, സുധി അത് ചെയ്യില്ല. സുധിക്കെന്നല്ല, നട്ടലുള്ള ഒരാണിനും അത് ചെയ്യാൻ പറ്റില്ല. നിഷേധിച്ചാലും കുഞ്ഞിന്റെ പിതൃത്വം അവനിലല്ലാതാകുന്നില്ല. അവൻ നിഷേധിച്ചാലും ഇല്ലെങ്കിലും കുഞ്ഞിനെ ഇല്ലാതാക്കും. അവളുടെ സമ്മതമില്ലാതെ ഇവിടെ ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിലൂടെ ചിലരുടെ സ്വപ്നങ്ങൾ ആടി വീണുടയാൻ പോകുന്നത്. സുധിയുടെയും സാന്ദ്രയുടെയും വിവാഹം നടക്കണമെന്ന് പ്രതാപേട്ടൻ ആഗ്രഹിക്കുന്നില്ലേ? അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെ ഒരു കല്യാണം നടത്തി തന്നെ. ഇതറിഞ്ഞ് സാന്ദ്രയുടെ സ്ഥിതി എന്താണാവോ? ഞാനേ സാന്ദ്രാലയത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ചെല്ല്. അവള് സുധിക്കെതിരെ തിരിഞ്ഞോന്നറിയാലോ. സുധിയുടെ നിലപാടാണ് ഇനി നിർണായകം. ഒരു കുഞ്ഞും കൂടി ആയ സ്ഥിതിക്ക് സുധി അഞ്ജലിയെ തള്ളിക്കളയാൻ തയ്യാറായില്ലെങ്കിൽ ഇന്ദിരേട്ടന്റെ പദ്ധതികൾ പൊളിച്ചെടുക്കാനാകും. ഒരു പാവം പെണ്ണിന് നേരെയുള്ള യുദ്ധമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ശരീരം കൊണ്ട് നമ്പാട്ടും മനസ്സുകൊണ്ട് അഞ്ജലിയുടെ പക്ഷത്തും. അതായിരിക്കണം ഈ യുദ്ധത്തിൽ പ്രതാപന്റെ തന്ത്രം. ഇക്കാര്യത്തിൽ സുധിയേട്ടൻ വരട്ടെന്ന് അപ്പച്ചി കട്ടായം പിടിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. സുധി വരുന്നത് വരെ അവളെ കാത്തു സൂക്ഷിക്കാൻ പറ്റില്ലെന്ന് അവ മനസ്സിലാക്കാത്ത സങ്കടം എനിക്കുള്ളൂ. യമുനയെടുത്ത് അവളോട് സംസാരിച്ചോ? പക്ഷെ അവക്ക് ഒരു കൂസലും ഇല്ല. കുഞ്ഞിന്റെ അച്ഛൻ സുധി അല്ലെന്നേ അവൻ പറഞ്ഞ ഇറങ്ങിപ്പോന്ന് അവള് പറയുന്നത്. അവളുടെ ബുദ്ധി ഏട്ടത്തിക്ക് മനസ്സിലായില്ലേ? ഇറങ്ങിപ്പോകാന്ന്. എന്താ അതിന്റെ അർത്ഥം? സുധിയേട്ടൻ നിഷേധിക്കുമ്പോ ഒരു എതിർവാദത്തിനും അവള് നിൽക്കാതെ സ്ഥലം വിടും. അത് തന്നെ അവള് കണക്ക് കൂട്ടുന്നത്. നമ്പാട്ട് കഴിച്ചുകൂട്ടിയതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് അവൾ എന്നേ മനസ്സിലാക്കി. അവൾക്കിനി വേണ്ടത് ആ കുഞ്ഞുമായി പുറത്തു കടക്കാന്നുള്ളത്. അത് കഴിഞ്ഞ പൂർവാധിക ശക്തിയായി അവൾ തിരിച്ചു വരും. തനിച്ചായിരിക്കില്ല ആ വരവ്, ഒക്കത്തൊരു കുഞ്ഞും ഉണ്ടാവും. അതിനുള്ള പടപ്പുറപ്പാടിനാ അവൾ ഇങ്ങനൊരു തന്ത്രം മെനഞ്ഞത്. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അബോർട്ട് ചെയ്യിപ്പിക്കാൻ അമ്മ സമ്മതിക്കും. സുധി നിഷേധിച്ച ഇറങ്ങിപ്പോന്ന് അവളെ തടയാനും അമ്മ ശ്രമിക്കില്ല. ഒരു ഭാരം ഒഴിഞ്ഞെന്നേ അമ്മ കരുതൂ. എന്നാലും അപ്പച്ചയ്ക്ക് ഇങ്ങനൊരു മാറ്റം ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. സുധി വരുന്നതിന് മുമ്പ് ലക്ഷ്യം സാധിച്ചിരിക്കണമെന്ന് എല്ലാരും ആഗ്രഹിക്കുന്നതിന്റെ കാരണം അതാ. തല ഊരിപ്പോവാൻ എന്തെങ്കിലും ഒരു വഴി നിന്റെ മനസ്സിലുണ്ടോ? ഹോസ്പിറ്റലിൽ പോയി അബോർട്ട് ചെയ്യുന്നതിലല്ലേ അപ്പച്ചിക്ക് എതിർപ്പുള്ളൂ. അത് വീട്ടിൽ വെച്ച് സംഭവിച്ചൂടെ? അവശ്യ നിലയിൽ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിനാ ഏട്ടത്തിമാർ മിടുക്ക് കാട്ടേണ്ടത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
അതിനെന്ത് വഴി സ്വീകരിച്ചേ തീരും. ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ആണുങ്ങളല്ല, നമ്പാട്ടെ സ്ത്രീകളാ. ഞങ്ങളത് ചെയ്തിരിക്കും. നീ നോക്കിക്കോ, ഇതോടെ കുഞ്ഞ് മാത്രമല്ല അവളും ഇല്ലാതാവും. അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിച്ചിട്ടേ ഞങ്ങൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇതായിരിക്കും ഏട്ടത്തി ശരിക്കുള്ള ദൈവവിധി. അതിനായിരിക്കും അവൾ ഇങ്ങനൊരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇതൊരു പരീക്ഷണമായിട്ടല്ല എനിക്ക് തോന്നുന്നത്, ദൈവം ഒരുക്കിയ അവസരമായിട്ടാ. അഞ്ജലി എന്തായാലും ഇപ്രാവശ്യം ഇല്ലാതാവുക തന്നെ ചെയ്യും. എന്തു മറുപടി പറയും അമ്മയോട്? അമ്മേ, നീ ഇപ്പൊ എവിടെയാ? ഹോട്ടൽ റൂമിലാ അമ്മേ. സുഖമായിട്ടിരിക്കുന്നല്ലോ. അതെ അമ്മേ. അഞ്ജലി വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നോന്ന് അറിയില്ല, ഞാൻ ഇപ്പോഴാ ഫോൺ ഓണാക്കിയത്. അഞ്ജലിയെ അവളുടെ വീട്ടിലെത്തിച്ചോ? അതിന് കഴിഞ്ഞിട്ടില്ല. തൽക്കാലം ഞാനത് വേണ്ടാന്ന് വെച്ചു. അതെന്താ? അതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുക. നീ ഇപ്പൊ ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട. ചെന്നൈയിലെ എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്ത് ഉടനെ നീ നാട്ടിലേക്ക് തിരിക്കണം. അമ്മേ, അത് പിന്നെ ചോദ്യങ്ങൾ വേണ്ടാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞതനുസരിക്ക്. ശരി അമ്മേ. ആ, പിന്നെ മടങ്ങുന്ന കാര്യം ഇന്ദിരേട്ടനെ വിളിച്ചെന്ന് പറയണ്ടേ? ഒരാളെ നീ ഇനി വിളിക്കുന്നില്ല. ഈ വീട്ടിൽ നിന്ന് ആര് വിളിച്ചാലും ഫോൺ എടുക്കാനും പാടില്ല. നീ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്. ശരി അമ്മേ. നാളെ നീ എന്റെ മുന്നിലുണ്ടാവണം. നിന്റെ അമ്മയുടെ കൽപ്പനയാണെന്ന് കൂട്ടിക്കും. നമ്പാട്ടെ പുതിയ സംഭവങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ പ്രതാപ? യമുന വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പറചട്ടിയിൽ നെരുതിയിൽ വീണ പോലെ എന്റെ അവസ്ഥ. അവളെ വീട്ടിൽ കൊണ്ടുവിടാൻ തീരുമാനിച്ചതായിരുന്നു. കൊണ്ടുവിട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വാർത്ത കേട്ടതെങ്കിലും ഞാനും അത് ഓർക്കാതിരുന്നില്ല. സുധി എന്ത് പറയുന്നു? അവൻ എപ്പോഴാ മടങ്ങി വരുന്നത്? നാളെ ഇവിടെ എത്തണമെന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവൻ വരും. അവനെ ഇതിന്റെ പേരിൽ ആരും ക്രൂശിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അവന്റെ മറുപടി അവൾക്കെതിരായിരിക്കണമെന്ന് ഉപേന്ദ്രന് നിർബന്ധമുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ കൂടി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? സുധിയെ കൊണ്ട് കൈയൊഴിക്കാനാണ് അമ്മയുടെ തീരുമാനം? കുഞ്ഞു സുധിയുടേതാണെന്ന് അഞ്ജലി പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കുന്നത് എങ്ങനെയാ? ഇക്കാര്യത്തിൽ സാന്ദ്രയായിരുന്നു എനിക്ക് ഭയം. പക്ഷെ ഈ വാർത്ത കേട്ട് അവൾ ഒട്ടും കുലുങ്ങിയിട്ടില്ല. സുധി അവളെ ചതിച്ചിട്ടില്ലെന്ന് അവൾ അടിയുറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോകാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അമ്മയ്ക്ക് നെഞ്ചി കൈവച്ച് പറയാവോ അഞ്ജലിയുടെ കുഞ്ഞ് സുധിയുടേതല്ലെന്ന്? അത് അവൻ മറുപടി പറയട്ടെ. അല്ലെന്ന് പറയാൻ അമ്മയ്ക്കും കഴിയില്ല. ഒരുപക്ഷെ മുഖം രക്ഷിക്കാൻ സുധി അഞ്ജലിയെ തള്ളിപ്പറഞ്ഞെന്ന് വരും. അതെ, സത്യം ഇനി എന്ത് തന്നെയായാലും അവൻ അവളെ തള്ളി പറഞ്ഞേ പറ്റൂ. നിങ്ങളെല്ലാരും മറന്നുപോകുന്നൊരു സത്യമുണ്ട്. ഇങ്ങനൊരു വിവാഹം നമ്മൾ നടത്തിയതിന്റെ ഔചിത്യം. ബാലമ്മാമ്മയുടെ വിധി എന്തായിരുന്നു? ഡെലിവറി നടക്കുമ്പോഴാണ് അമ്മായി മരിച്ചത്. നമ്മൾ വിശ്വസിക്കുന്ന വിധിയിൽ സത്യമുണ്ടെങ്കിൽ അതിന് സമാനമായ സാഹചര്യം അടുത്തു വന്നിരിക്കുകയാണ്. ബാലമ്മാമ നേരിട്ട വിധി സുധിയുടെ ജീവിതത്തിലും ആവർത്തിക്കും. പ്രസവത്തിൽ ആ വിധി യാഥാർത്ഥ്യമാവുകയും ചെയ്യും. സുധി വരുമ്പോൾ ആരും അവനെ ചോദ്യം ചെയ്യാൻ പോകരുത്. അവന്റെ കുഞ്ഞാണ് അവളുടെ ഉദരത്തിൽ വളരുന്നത്. അതിലാർക്കും ഒരു സംശയവും വേണ്ട. അവൾ പ്രസവിക്കുന്നത് വരെ നമ്മൾ കാത്തിരുന്നാൽ മാത്രം മതി. വിധി അതിന്റെ വഴിക്ക് പോവാൻ നിങ്ങളൊന്ന് അനുവദിക്കും. അതല്ലാതെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ പോലെ സംഭവങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെടുമെന്ന അനുഭവങ്ങൾ കൊണ്ടെങ്കിലും പഠിച്ചില്ലേ? ഞാനീ പറഞ്ഞതൊക്കെ അമ്മ മനസ്സിലിട്ട് ഒന്നുകൂടി ആലോചിച്ചു നോക്കും.
ഹലോ. സുധിയേട്ടൻ ഇതുവരെ തിരിക്കാറായില്ലേ? ഇവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞ അഞ്ജലിക്ക് മനസ്സിലാവില്ല. എല്ലാം അവസാനിപ്പിച്ച് പെട്ടെന്ന് വരാൻ പറ്റില്ല. 2 ദിവസം കഴിയാതെ മീറ്റിംഗ് തീരില്ല. പിന്നെ ചില പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ട്. എഗ്രിമെന്റ് സൈൻ ചെയ്യാതെ വന്നാൽ ഈ വരവ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അഞ്ജലി അത് മനസ്സിലാക്കണം. സുധിയേട്ടനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? ദിവസം 4-5 തവണയെങ്കിലും ഇന്ദിരാട്ടൻ വിളിച്ച് വിവരങ്ങൾ തിരക്കുന്നുണ്ട്. ഞാൻ അതല്ല ചോദിച്ചത്, എന്റെ കാര്യം സംസാരിച്ചോന്നാ. ഇല്ല, ഇന്ദിരേട്ടൻ ഇത് അറിഞ്ഞിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. കൊള്ളാം. ഇവിടെ ഒരു ഭൂകമ്പം തന്നെ സംഭവിച്ചിരിക്കുകയല്ലേ, എന്നിട്ട് ഇന്ദ്രേട്ടൻ അറിഞ്ഞില്ലെന്നോ? ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമല്ലെന്ന് ഇന്ദിരേട്ടന് തോന്നിക്കാണും. അമ്മ എന്നോട് മുള്ളും മുനയും വെച്ച് ചിലതൊക്കെ ചോദിച്ചു. സുധിയേട്ടനെ വിളിച്ച് ചോദിക്കാനാ ഞാൻ പറഞ്ഞത്. യമുനയിടത്തേക്ക് ഈ വാർത്ത സഹിക്കാൻ കഴിയാത്തത്. തുള്ളി വിറച്ച് എൻ്റെ അടുത്ത് വന്നു. കുഞ്ഞ് സുധിയുടേതല്ലെന്ന യമുനയിടത്തിയുടെ കണ്ടുപിടുത്തം. സുധിയേട്ടനൊന്ന് വന്നു കിട്ടിയാൽ മതി, അത്രയ്ക്ക് ഞാനിവിടെ ശ്വാസം മുട്ടുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? ഇവിടെയുള്ളവരെ നേരിടാൻ സുധിയേട്ടന് ഭയമൊന്നുമില്ലല്ലോ? ഞാനെന്തിനു ഭയക്കണം? അതല്ല, നമ്മളെ 2 മുറികളിൽ താമസിപ്പിച്ചതല്ലേ. എന്തിനും കുറ്റം കണ്ടെത്തുന്നവർക്ക് ഇത് തന്നെ ധാരാളമല്ലേ? സുധിയേട്ടൻ ആണത്തം കാണിക്കേണ്ട സന്ദർഭമായത്. ഒന്ന് പതറിപ്പോയാ എല്ലാരും കൂടി എന്നെ ചുട്ടരിക്കും. അമ്മ ഇതുവരെ സുധിയേട്ടനെ വിളിക്കാത്തതിന്റെ കാരണം അറിയാലോ. നേരിട്ട് ചോദിക്കാനിരിക്കുക. അഞ്ജലി എന്തിനാ ഭയപ്പെടുന്നത്? എനിക്ക് ഭയമൊന്നുമില്ല, എങ്കിലും മനസ്സൊട്ട് ശാന്തമല്ല. ഈ സമയത്ത് സുധിയേട്ടൻ എന്റെ കൂടെ ഉണ്ടാവേണ്ടതല്ലേ? 2 ദിവസം കഴിഞ്ഞ് ഞാൻ എത്തില്ലേ? അഞ്ജലി ഫോൺ വെച്ചോ. ഗുഡ് നൈറ്റ്. ബെറ്റി വന്നിട്ട് കുറേ നേരമായോ? ഇല്ല, രവി വന്നിട്ടുണ്ടാവുന്നാ കരുതിയത്. എന്തായി? പ്രിയോട് സംസാരിച്ചോ? രൂപ അവന് തന്നെയാ കൊടുത്തത്. കുഞ്ഞമ്മയായിരുന്നു മീഡിയേറ്റർ. അതും വാങ്ങി ശബരി കുറെ കാലം അകന്ന് നിൽക്കുകയും ചെയ്തു. എന്തിനാ അവൾ ഇത്രയും പണം അവന് കൊടുത്തത്? അതിനുള്ള മറുപടിയാ എനിക്ക് വേണ്ടത്. ഒരു സഹായം എന്ന നിലയ്ക്കാ പ്രിയ അതിനെ കാണുന്നത്. ബെറ്റിയൊന്നും മറച്ചു വെച്ച് പറയുന്നതല്ലോ അല്ലേ? ഒരിക്കലുമല്ല. 50 ലക്ഷം സഹായമായി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് അവനോട് സഹാനുഭൂതിയുണ്ട്. നോ, അതൊന്നുമല്ല. ഞാൻ എന്റെ ഈ മൗനം അവസാനിപ്പിക്കാൻ പോവാ. രവി അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. തനിക്ക് തെറ്റിപ്പോയി. ബെഡ്റൂമിൽ വെച്ച് അവളോട് ചോദിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയയിൽ നിന്നും അവ്യക്തമായ മറുപടികളും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്താ രവി പ്ലാൻ ചെയ്യുന്നത്? പ്രിയയ്ക്ക് മുന്നിൽ ഞാൻ സ്വാതന്ത്ര്യം കാണിക്കുകയോ സ്വാധീനമുറപ്പിക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ശബരിയും ഞാനും 2 വ്യക്തികളായി തന്നെ അവളുടെ മുന്നിൽ നിൽക്കും. അവന്റെ മുന്നിൽ വെച്ച് തന്നെ എനിക്കത് സംസാരിക്കണം. പ്രിയയ്ക്ക് തീരുമാനം അപ്പെടുക്കാം. എന്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉണ്ടാവണമെങ്കിൽ പ്രിയ ചില ഉറപ്പുകൾ തരേണ്ടി വരും. ബെറ്റി എനിക്കൊരു സഹായം ചെയ്യണം. ശബരിയെ എന്റെ വീട്ടിലേക്കൊന്ന് പറഞ്ഞു വിടണം. പ്രിയ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം പറയാൻ. എങ്കിൽ മാത്രമേ അവൻ എന്റെ മുന്നിൽ വരൂ. രവി കുറച്ച് കൺട്രോൾ പാലിക്കണം. ആത്മനിയന്ത്രണം ഉണ്ടായിട്ടല്ലേ ഞാൻ ഇതുവരെ പിടിച്ചു നിന്നത്. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നേ 2 തീർത്ത് കളഞ്ഞേനെ. ബെറ്റി പേടിക്കണ്ട. പിന്നെ എന്റെ ഈ നീക്കം പ്രിയ അറിയരുത്. അവൾ അറിഞ്ഞാൽ പിടിതരില്ലെന്നുറപ്പാ. എനിക്ക് പേടി തോന്നുന്നു. ശബരിയെ വിളിച്ചു വരുത്തി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ? എന്ത് സംഭവിച്ചാലും തന്നെ അത് ബാധിക്കില്ല. ആ ഉറപ്പ് തന്നാ പോരെ. താൻ ചെല്ലേ.
ഞാൻ വീട്ടിലേക്ക് പോവാം.